ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ വർഷ ആരോടും പറയാതെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്? അവള് പോയി അമ്മയെന്ന് പറഞ്ഞു. ചന്ദ്രമതി പേടിച്ചു പോയില്ലേ? എന്താടാ നീ പറയുന്നത്? അവള് പോയെന്നോ? അയ്യോ, വർഷമോള് പോയോ? അപ്പോഴേ എനിക്കറിയായിരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ അതുപോലെയാണല്ലോ. അവക്കിവിടെ ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ ഇവിടുന്ന് പോയത്. എന്റെ ദൈവങ്ങളെ, എടാ വാടാ, എളുപ്പം വാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോണം. നമുക്ക് ഇപ്പൊ തന്നെ വർഷയുടെ വീട്ടിൽ പോയി വർഷനെ കൂട്ടിക്കൊണ്ട് വരണം. ഒട്ടും സമയമില്ല. വാടാന്നും പറഞ്ഞ് നിലവിളിച്ച് ഒന്നും കേൾക്കാതെ, നമ്മുടെ ശ്രീകാന്ത് പറയുന്ന പോലും കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ ചന്ദ്ര ഓടി താഴേക്ക് ഇറങ്ങി വരിക. അങ്ങനെ ചന്ദ്രയുടെ ഈ ബഹളവും ഒച്ചപ്പാടും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും ശ്രുതിയും ഒക്കെ വന്നു, രേവതിയും ഒക്കെ വന്നു. അപ്പോഴത്തേക്കും ആണെങ്കില് നമ്മുടെ ശ്രീകാന്ത് അപ്പൊ പുറകിലേക്ക് ഓടി, അമ്മേ നിക്ക്, ഞാനൊന്ന് പറയുന്ന കേക്ക് എന്ന് പറയാണ്. അപ്പൊ എന്ത് പറയുന്ന കേൾക്കാനാടാ? ഇനി എന്താടാ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നെന്ന് അറിയാമോ? യോ എന്റെ അമ്മേ, അതിന് ശ്രുതി പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല, വർഷയുടെ വീട്ടിലേക്കൊന്നും അല്ല വർഷ പോയത്. ശ്രുതി അല്ലാട്ടോ, സോറി, വർഷ പോയത് വർഷയുടെ വീട്ടിലേക്കൊന്നും അല്ല. വർഷ പോയത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കാ. ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കോ? അതെന്തിനാ ഇത്ര രാവിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയത്? അത് പിന്നെ അവളുടെ ജോലിക്ക് പോയതല്ലേ അമ്മേ. ജോലിക്ക് പോയതോ? അതെങ്ങനെ ശരിയാകും മോനെ ശ്രീകാന്തേ? സാധാരണ ഈ വീട്ടിലുള്ളവർ എവിടെയെങ്കിലും പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ പോകുന്നേ. നീ ശ്രുതി മോളെ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ രേവതി വരെ എവിടെയെങ്കിലും പോകുമ്പോ എന്നോട് പറയാതെ പോവോ? ഇത് ഭയങ്കര മോശമായി പോയി. ഇതേതായാലും ശരിയായ ഇടപാടൊന്നും അല്ല. അതെന്താടാ അവള് അതിരാവിലെ അങ്ങനെ ഇറങ്ങി പോയത്? അല്ലെങ്കിലും ഒരു കുടുംബത്തിലിരിക്കുന്ന പെണ്ണിന് ഇത്ര നേരത്തെ ആരോടും പറയാതെ, അതും നേരം വെളുക്കുന്നതിന് മുമ്പ്, ആ ഇരുട്ടത്ത് എങ്ങനെയാടാ തന്നെ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അമ്മേ, അത് വർഷയ്ക്ക് അതൊക്കെ പതിവാണ്. വർഷയ്ക്ക് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അവൾ എന്നും ഡബ്ബിങ്ങിന് പോകുന്നതാ. അതുമല്ല, അവൾ എന്നോട് പോലും പറയാറില്ല. അപ്പൊ നിന്നോടും പറയാറില്ലേ? എന്റെ ഈശ്വര, ഇത് എന്തൊരു പെണ്ണാ ഇത്! അവള് നിന്നോടും പറയാതെയാണോ പോയത്? എടാ, ഇത് എങ്ങനെയാടാ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, എന്താടി ചന്ദ്ര, ഇവിടെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്റെ പൊന്നു രവിയേട്ടാ, ആ പെങ്കുച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങോട്ടേ ഇറങ്ങിപ്പോയെന്ന്, ഡബ്ബിങ്ങിനോ എവിടെ എങ്ങാണ്ട് ഇറങ്ങിപ്പോയെന്ന് ഇവനോട് പോലും പറഞ്ഞില്ലെന്ന്. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുവോ? എന്റെ ഈശ്വര, എന്തൊരു മഹാഭാവാടാ നീ ചെയ്തത്! ഇതിനെയൊക്കെ നിനക്ക് കെട്ടിക്കൊണ്ടുവരാൻ കിട്ടിയുള്ളോ? എന്റെ അമ്മയൊന്ന് മനസ്സിലാക്ക്. ഇപ്പൊ ഉള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഒന്നും ഇല്ല. അവര് ജോലിയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോ ഇറങ്ങി പോകും. അത് ഈ വീട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ശ്രുതി വന്ന് പറഞ്ഞു, അമ്മയൊന്ന് ആന്റി ഒന്ന്, അമ്മയെന്നല്ല ആന്റി എന്നാണല്ലോ വിളിക്കുന്നത്, ആന്റി ഒന്ന് ശാന്തയാകൂ എന്നിങ്ങനെ പറയുക നമ്മുടെ ശ്രുതി. അപ്പൊ മോളെ, നീ എന്നോട് പറയാതെ പോയിട്ടുണ്ടോ? അല്ല, ഇവിടെ നീ മനുഷ്യൻ വരെ ഇറങ്ങി പോകുമ്പം എന്നോട് പറഞ്ഞിട്ടാ പോകുന്നത്. ആ രേവതി, അവളും ഇറങ്ങി പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ പോകുന്നത്. എന്നിട്ടിപ്പം ഈ പെണ്ണ് എന്നോട് പറയാതെ പോയി എന്ന് പറയുമ്പം അവളുടെ അഹങ്കാരം ചില്ലറയാണോ? ആന്റി, ഞാൻ പറയുന്ന കേക്ക്. ആന്റി, പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ഓക്കെ, ശരിയാ, എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ. ഇപ്പോഴുള്ള പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും മോഡേൺ പെൺകുട്ടിയാ. പിന്നെ ഞാൻ വർഷയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവളും ഒരു മോഡേൺ പെണ്ണ് തന്നെയാ. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കി നടക്കുന്നൊരു പെൺകുട്ടിയാ. അവൾക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ആരോട് പറയണമെന്നോ എടുക്കണമെന്നൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവരും സർവ്വസാധാരണമായിട്ട് ഇങ്ങനെ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ, മോശമായി പോയി എന്നൊക്കെ പറയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരുന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷം അവിടെ ഇല്ലല്ലോ. വർഷം അവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ മോശമാണല്ലോ. അപ്പൊ ശ്രുതി പറഞ്ഞു, ഏതായാലും വർഷവും കൂടെ വേണമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയ്ക്കൊരു ബുദ്ധി തോന്നുക, ഇനിയിപ്പൊ എന്നോട് പറയാതെ അവള് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവള് വില തരുന്നില്ലെന്ന് എല്ലാവരും ഓർക്കുമല്ലേ. അപ്പൊ വേണ്ട, അപ്പൊ എന്നോട് പറഞ്ഞിട്ട് പോയതാ എന്നൊന്ന് വരുത്തി തീർക്കാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട്, അത് പിന്നെ ശ്രുതി മോളെ, എന്റെ ഒരു മറവിയെ, എനിക്ക് അല്ലെങ്കിലും ഭയങ്കര മറവിയാ. എന്റെ പൊന്ന് ശ്രീകാന്തേ, ഭയങ്കര മറവി. അതെ, മോളിന്നലെ രാത്രി എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അതങ്ങ് വിട്ടുപോയി. മോളിന്നലെ രാത്രി എന്നോട് പറഞ്ഞു, രാവിലെ പോകും അമ്മേന്ന്. ഞാനത് മറന്നുപോയല്ലോ ചന്ദ്രേട്ടാ. ഞാൻ എന്താ ചെയ്യുക? ഇനി
ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞെന്നോ? ആര് പറഞ്ഞു? വർഷ പറഞ്ഞോ? ആ, വർഷമോളെ എന്നോട് പറഞ്ഞായിരുന്നു. അവൾ എന്നോട് പറയാതെ എങ്ങും പോകത്തൊന്നുമില്ല. ഞാൻ ഇപ്പഴാ ഓർത്തത്. വെറുതെ വർഷമോളെ തെറ്റിദ്ധരിച്ചു. അല്ല, എന്നോട് വർഷ രാവിലെ വന്നിട്ട് പറഞ്ഞതാണല്ലോ. രാവിലെ എങ്ങാണ്ടാണ് ആരാണ്ട് വിളിച്ചത് ഡബിങ്ങിന്. അല്ലാതെ രാത്രി ഒന്നും രാവിലെ ഡബിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. പെട്ടെന്നാണ് ഫോൺ കോൾ വന്നത് എന്ന്. അത് പിന്നെ അത് നിന്നോട് പറഞ്ഞത് തെറ്റിപ്പോയതാ. എന്നോട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. അപ്പം ശ്രീകാന്തും പറഞ്ഞു, അങ്ങനെയല്ലോ, അവൾ ഇന്നലെ രാത്രി വേറെ ഒന്നും ഇല്ല, ഇന്ന് രാവിലെ ഡബിങ്ങിനൊന്നും പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കിടന്നത്. അപ്പൊ അങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കില് എനിക്ക് തോന്നുന്നു ഇതിലെന്തോ ഉണ്ടല്ലോ അമ്മേ. അവൾ അമ്മയോട് പറഞ്ഞു കാണില്ല. എന്നോട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിന് വർഷമോൾ എന്നോട് പറഞ്ഞിട്ടാ പോയത്. രേവതി, നിനക്ക് എന്നെ അറിയേണ്ടത്? നീ പൊക്കി അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് രേവതിനെ അവിടെ ഓടിച്ചു. രേവതിക്കെല്ലാം മനസ്സിലായി കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ അടവാള് എന്ന്. അപ്പൊ അടുക്കളയിൽ പോയിട്ട് രേവതി എന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കെന്താ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പൊ സച്ചി രാവിലെ കുളിക്കാനൊക്കെ വേണ്ടി ഇറങ്ങി വരികയാണ് കേട്ടോ. രാവിലെ കുളിക്കാനൊക്കെ സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയേട്ടാ ഇവിടെ വന്നിരിക്കാൻ രേവതി പറയും. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നില്ല. എനിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ തന്നെ മറ്റുള്ളവരെ കയറ്റി ഡൈനിങ് ടേബിൾ അങ്ങ് ഇരുത്തിയിട്ടുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. നമ്മുടെ ശ്രീകാന്ത് ഡൈനിങ് ടേബിൾ ഇരുന്നത് സത്യം പറഞ്ഞാൽ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും. ഏതായാലും സച്ചി പറഞ്ഞു, എനിക്ക് മാറി വേറെ എവിടെയെങ്കിലും ഞാൻ പോയി കഴിച്ചോളാം, രേവതി അങ്ങോട്ട് മാറ്റി വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി രേവതിക്ക് ഓരോന്നൊക്കെ വിളമ്പി കൊടുക്കുന്നു. അതിനിടയ്ക്ക് ചന്ദ്രയാണെങ്കിൽ എടി നിന്റെ കെട്ടിയവന് മാത്രം തീറ്റിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുപോടി, ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കടി അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതിയുടെ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും എത്ര ദിവസമായി ഏടത്തിയുടെ ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പോഴാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാന്ന് തോന്നുന്നത്. ഇപ്പോഴാ ഒന്ന് വായിക്കകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം എന്തോ ഒരു പ്രത്യേക ഒരു സുഖം തോന്നാ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഫീലേ, അത് ഏട്ടത്തി വെച്ചത് തന്ന് കഴിക്കണം എന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ത പറഞ്ഞു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പം രേവതി വെച്ച് തന്നല്ല, അവളുടെ വായിന്ന് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. എന്റെ പൊന്നു ശ്രീകാന്തെ, നീ കഴിച്ചിട്ട് എണീറ്റ് പോടാന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ചന്ദ്ര. ഏതായാലും ഈ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ സച്ചി കുളിക്കാനായിട്ട് റൂമിലേക്ക് കയറുകയാണ്. സച്ചി കുളിക്കാനായിട്ട് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതെ സച്ചേട്ടാ, ആ റൂമിൽ കുളിക്കണ്ട കേട്ടോ. കുളിക്കണമെങ്കിൽ പുറത്ത് വേറെ ഉണ്ടല്ലോ ബാത്റൂം, അവിടെ പോയി കുളിച്ചോ. ആ റൂമിൽ കുളിക്കേണ്ടത് നിന്നോട് ആരാ പറഞ്ഞത്? അത്രയ്ക്കായോ? അല്ല, നീ എവിടെയാ കുളിച്ചത്? ഞാൻ പുറത്തു പോയാ സച്ചേട്ടാ കുളിച്ചത്. അമ്മയെ പറഞ്ഞ 2 ദിവസത്തേന് ആ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യണ്ട, ബാത്റൂം യൂസ് ചെയ്യണ്ട എന്ന് അമ്മയെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആയിക്കോട്ടെ, നീ അവിടെ നിൽക്കുക, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോയപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടൻ സച്ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഞാനേ എന്താ ചെയ്യുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞു റൂമിലേക്ക് കയറിപ്പോയി. അപ്പൊ ശ്രീകാന്ത് റൂമിലേക്ക് സച്ചി കയറി ചെന്നപ്പോഴത്തേക്കും, അയ്യോ സച്ചേട്ടൻ കയറി വാ സച്ചേട്ടാ, അയ്യോ സച്ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ഞാൻ ഒട്ടും ഓർത്തില്ല എന്ന് പറയപ്പോ, എന്താണ് നീ ഓർക്കാത്തത്? എന്റെ റൂമിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കയറി വരത്തില്ലേ? എന്താണ് നീ പറയുന്നത്? നീ മാറി നിൽക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് നമ്മുടെ വർഷയുടെ 2 വെട്ടി ശ്രീകാന്തിന്റെ 2 വെട്ടിയും കൂടെ കൂട്ടിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും, ഒറ്റ ഇടലിട്ടു. പുറത്തേക്കല്ല കേട്ടോ, റൂമിന് വെളിയിലേക്ക് ഹോളിലേക്ക് കൊണ്ടുപോയി അങ്ങ് ഇട്ടിട്ട് പറഞ്ഞു, അതെ ഇന്നും കൊണ്ട് ഇവട്ടത്തെ പൊറുതി അവസാനിപ്പിച്ചോണം. ഈ റൂം ഇന്നു മുതൽ ഞാൻ തരുന്ന ഒരു കാര്യവും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ, ഇനിയിപ്പം നിനക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ കെട്ടികളുടെ കൂടെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വിശാലമായിട്ടുള്ള ഷോറൂം ആണല്ലോ ഇത്. അല്ലെങ്കിൽ ഞാൻ രേവതി ഇന്നലെ ടെറസിന്റെ മണ്ടയില കിടന്നത്. അതൊന്നും വേണ്ട, ലോഡ്ജിൽ പോയ വല്ല മുറിയും കിട്ടും, അവിടെ എങ്ങനെ പോയി കിടന്നോ. അല്ലാതെ എന്റെ റൂം ഇനി കിട്ടും എന്റെ പൊന്നു സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സച്ചി ആ റൂം പൂട്ടിയിട്ട് താക്കോലും എടുത്തോണ്ട് പോകുന്നൊരു കാഴ്ചയാട്ടോ കാണുന്നത്. സച്ചി അവിടെ നിന്ന് താക്കോൽ എടുത്തോണ്ട് പോയതും ചന്ദ്രമതി പറഞ്ഞു, എടാ സച്ചി നീ എന്താടാ ഈ കാണിക്കുന്നത്? എടാ താക്കോല് തന്നിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, താക്കോലല്ലേ ഞാൻ തരാൻ പോകുന്നത്, മിണ്ടാതെ അവിടെ ഇരുന്നോണ്ടേ, എന്റെ റൂമിൽ ഞാനും എന്റെ ഭാര്യയും കിടത്തോളാം, കൂടുതൽ ആരും കിടക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. ഏതായാലും പിന്നെ രേവതിക്കാണ് മൊത്തം സമാധാനക്കേട്. അപ്പൊ ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര വിഷമമായി പോയിട്ടോ. ഇപ്പൊ ശ്രീകാന്ത് വെളിയിലേക്ക് നേരെ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ശ്രീകാന്ത് ഇറങ്ങിപ്പോയത് കണ്ടപ്പോഴത്തേക്ക് ചന്ദ്രക്ക് ദേഷ്യം കൂടി. നേരെ രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട്, നീയേ ഇന്നലെ രാത്രി എന്താടി തലയണ മന്ത്രം ഓതി കൊടുത്തോ? മനസ്സിലായി. ഇപ്പം കെട്ടിയവനും ഒന്നിച്ചേ കിടക്കാൻ പറ്റത്തുള്ളൂ. അവരെ കെട്ടിപ്പിടിക്കാതെ നിനക്ക് ഉറക്കം വരില്ലല്ലേടി? നാണം കെട്ടവളെ, നാണം ഉണ്ടോടി നിനക്ക് എന്ന് ചോദിച്ച്
എന്താ പറയുക, ഒരു അമ്മായിയമ്മ മരുമകളോട് സംസാരിക്കാത്ത രീതിയിലൊക്കെ, പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലൊക്കെ നിനക്ക് എന്തിന്റെ ദാടി എന്നൊക്കെ ചോദിച്ച്, സൂക്കേടാടി എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാം. രേവതിക്ക് അങ്ങ് അയ്യടാന്നായി പോയിട്ടോ. രേവതി കണ്ണ് നിറഞ്ഞൊഴുക. രേവതിക്ക് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല. അതുപോലെ വൃത്തികേട് പോലത്തെ കുറച്ച് വാക്കുകളാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്. അങ്ങനെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുക നമ്മുടെ രേവതി. സച്ചിനെ വിളിച്ചിട്ടാണ് സച്ചി ഫോണും എടുക്കുന്നില്ല. ശ്രീകാന്താണ് ഈ സമയം കൊണ്ട് ഇറങ്ങി പോകാനും തുടങ്ങി. ചന്ദ്ര ലാസ്റ്റ് പിടിച്ച് നിർത്തി. മോൻ പേടിക്കണ്ട, വൈകിട്ട് ശ്രുതി വരുമ്പോ ഇവിടെ റൂം റെഡി ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയും ചെയ്തു. രേവതിക്ക് എന്താ പറയാ, നല്ല ഒരു ഇത് തന്നെയാ കിട്ടിയത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന്. ഏതായാലും രേവതി ഫോൺ വിളിച്ചിട്ട് നമ്മുടെ സച്ചി എടുക്കുന്നില്ല. കാര്യങ്ങളൊന്ന് പറയണമല്ലോ, താക്കോല് മേടിക്കണമല്ലോ, താക്കോല് കൊണ്ടുതരാൻ പറയണമല്ലോ വർഷം വരുന്നതിന് മുമ്പ്. പാവം നമ്മുടെ രേവതി കിടന്ന് വീണ്ടും കണ്ണീരും കയ്യുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതിയും ആസ്വദിക്കുന്നു. അവരുടെ റൂമിനകത്തുനിന്ന് അവര് വെളിയിൽ ഇറങ്ങുന്നതേ ഇല്ല. ഇനി വെളിയിൽ ഇറങ്ങിയാലുണ്ടല്ലോ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും കൂടെ റൂമിനകത്ത് കയറിയിട്ട് ശ്രുതി പറഞ്ഞു, അയ്യോ നമുക്കും നമ്മുടെ റൂം കൂട്ടിയിട്ടിട്ട് പോയാലോ, ഇനിയിപ്പം വൈകിട്ട് വരുമ്പോ റൂം കിട്ടാതെ വന്നാലോ, എന്റെ പൊന്ന് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, അത് ചെയ്യുന്നതൊക്കെ മോശമാ, ആന്റി നമുക്ക് റൂം തരാതെ ഒന്നും ഇരിക്കത്തില്ല എന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. രാവിലെ കറക്റ്റ് 6:53 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. വൈകിട്ട് നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷവും നാളത്തെ ഫുൾ വിശേഷം രാവിലെ 7:30 നയനയുടെയും ആദർശിന്റെയും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലായ പുതിയ ചാനലല്ല, റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ വേദയുടെയും വിക്രത്തിന്റെയും കഥ ഇടുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവര് ഒന്ന് പോയി ആ ഒരു ലിങ്കിൽ കയറി നോക്കി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.